മണിക്കാണ് ഇവിടെ സമാപന സമ്മേളനം പറഞ്ഞിരിക്കുന്നത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഒപ്പം തന്നെ ചലച്ചിത്ര താരം മമ്മൂട്ടി ഇവിടെ മുഖ്യ അതിഥിയായിട്ടെത്തും. അവർക്ക് മമ്മൂട്ടിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഫ്രണ്ടിൽ നിരന്നു കഴിഞ്ഞു. എന്തായാലും ആ സമയമാകുമ്പോഴേക്കും ഈ സദസ്സ് എല്ലാം നിറയും. ഇപ്പോൾ നിലവിൽ ആദ്യ കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മത്സരം ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ കാണാൻ വന്നിരിക്കുന്ന കുറച്ച് ആളുകൾ കൂടിയുണ്ട്, കുറച്ച് അമ്മമാരുണ്ട്. നമുക്ക് ചോദിക്കാം, അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. അമ്മേ, ഒന്ന് എവിടുന്നാ വരുന്നേ? ഞങ്ങളങ്ങ് മതിലേന്ന് കടവൂര്. ഓക്കെ, ഇവിടെ എന്തിനാ കാണാൻ വന്നാണോ? അല്ല, ഞങ്ങള് ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പിനായിട്ട് വന്നു. തൊഴിലുറപ്പിന്റെ അമ്മമാരാണ് ഇവിടെ. മറ്റ് ജോലികളൊക്കെ ഉണ്ട്, എല്ലാ ജോലിയും ചെയ്യണം. അപ്പൊ അതിനിടയ്ക്ക് ഈ മത്സരമൊക്കെ കാണാൻ വേണ്ടി ഇച്ചിരി നേരം ഞങ്ങളെ നോക്കിയിരുന്നും കാണും. എങ്ങനെയുണ്ട് പിള്ളേരുടെ പെർഫോമൻസ്? കുട്ടികളുടെ കളിയൊക്കെ എങ്ങനെ? നല്ലതുണ്ട്, നല്ലപോലെ നന്നായിരിക്കുന്നു. പേരെന്താ? അംബിക. ഈ അമ്മയുടെ പേരെന്താ? അംബിക. തൊഴിലുറപ്പുകാരാ. നമ്മുടെ നാട്ടിന്റെ ഈ പരിപാടി എടുക്കുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കാൻ വന്നത് നമുക്ക് സന്തോഷമാണ്. ഓക്കെ, എങ്ങനെയുണ്ട് കുട്ടികളുടെ കളിയൊക്കെ? നല്ല പരിപാടിയാ. നല്ല എന്തൊക്കെ കണ്ടു? ഞങ്ങൾക്ക് പരിപാടി ഞങ്ങള് 5 മണിയാകുമ്പോ ഞങ്ങളങ്ങ് പോകും. പിന്നെ നല്ല പരിപാടിയൊക്കെയാ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇത് വന്നത് വലിയ സന്തോഷമുണ്ട്. ഈ പ്രധാന വേദി തന്നെയായിരുന്നു ഇതിനു മുമ്പ്? അപ്പോ ഭരതനാട്യം കുച്ചിപ്പിടിയൊക്കെ കണ്ടു? ഭരതനാട്യം കുച്ചിപ്പിടി നല്ലതായിരുന്നു. അവരാണോ കൊണ്ടുവന്ന് അറിയത്തില്ല. ഈ നാടിന്റെ ഒരു ഉത്സവമാണ് ഇത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് വരുന്നത്, 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാ ആളുകളും ഇവിടെ അതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, ഓരോ ആളുകളും അതിന്റെ പ്രവർത്തനങ്ങളുടെ ഈ കലോത്സവം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. എല്ലാവരും ഇവിടേക്ക് വരുന്നു, ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നു. ഒപ്പം തന്നെ അവരുടെ കലാപരിപാടികൾ കാണുന്നു, കൈയടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഒഴിഞ്ഞ കസേരകൾ അങ്ങനെ കാര്യമാക്കേണ്ടതില്ല. ഇത് ആദ്യ മത്സരം ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്പസമയത്തിനകം ഈ കസേരകളൊക്കെ തന്നെ നിറയും. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്, ഇത് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ എത്തുന്നത്. അതാണ് ഇവിടെ കലോത്സവ വേദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്, ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഹരിത, അശ്വതിയോടെയാണ്. 4 ദിവസമായല്ലോ കൊല്ലത്ത്. അപ്പോ അശ്വതിക്ക് ഈ കലോത്സവ അനുഭവം എങ്ങനെയാണ് തോന്നുന്നത്? എങ്ങനെയാണ് ആ ഒരു അനുഭവം പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും ഈ കലോത്സവത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ചൂട് ചെറിയ പ്രശ്നമാണ്. അതല്ലാതെ ആ ചൂടൊന്നും ഒരു കാര്യമാക്കാതെയാണ് മത്സരാർത്ഥികൾ വീറും വാശിയോടും കൂടി ഈ കലോത്സവത്തിൽ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ വെറൈറ്റി ആക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഓരോ മത്സരങ്ങൾ ആണെങ്കിൽ പോലും അതിൽ കൂടുതൽ വ്യത്യസ്തത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. മത്സരാർത്ഥികളും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. നാടക മത്സരമായിക്കോട്ടെ, മോണാക്ട് ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവർക്ക് ജീവിത അവസാനം വരെ അവർക്ക് ഒപ്പം ഉണ്ടാകുന്നതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാണ്. ഇതൊപ്പം തന്നെ പല ആളുകളും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പല പ്രതിസന്ധികളെ അതിജീവിച്ച് ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ ഒരുപാട് സ്റ്റോറികൾ കണ്ടു. കാല് പൊട്ടി വയ്യാതെ നടക്കാൻ പോലും ആകാത്ത ഒരു കുട്ടി അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ ഒരു പ്രശ്നം പോലും ഇല്ലാതെ ഒരു സർജറി കഴിഞ്ഞ് ഇന്ന് തന്നെ നമ്മൾ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് 5 സർജറി കഴിഞ്ഞ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നെ പണം ഒരു പ്രശ്നമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു വേദിയാണ് ഇത്, ഈ കലയുടെ വേദി. കല എപ്പോഴും വിപ്ലവം തന്നെയാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീമാണ് ഈ പറയുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളെ ഇവിടെ കാണാൻ സാധിച്ചു. അവർ മാത്രമല്ല, അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഓരോ ഐറ്റം ചിട്ടപ്പെടുത്തുന്ന ആളുകൾ, അത്തരത്തിലുള്ള പ്രതിഭകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. എന്തായാലും
അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല വൈകുന്നേരം ഇവിടെയുള്ളൊരു ഓളം, നമ്മുടെ സ്റ്റോളുണ്ട്, കേരള വിഷന്റെ സ്റ്റോള്, അതിന് മുന്നിലും വൈകുന്നേരം തടിച്ചു കൂടുന്ന ആളുകൾ എന്ന് പറയുന്നത് അത്രമേൽ ആവേശത്തോടെയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. അവരിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുട്ടികൾ ഇവിടെ മത്സരിക്കുമ്പോൾ അവരും പാട്ട് പാടുന്നു, അവരും നൃത്തം ചെയ്യുന്നു. അതൊക്കെ തന്നെ വലിയ ഒരു സംഭവമാണ്. അത് നമ്മുടെ കൂടി ആവേശം കൂട്ടുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണെങ്കിലും ഒക്കെ ഇവിടെ എത്തുന്നു. നമ്മൾ നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു പന്യൻ രവീന്ദ്രൻ, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. ഓരോ വർഷവും കലോത്സവ വേദികളിൽ വന്നില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. അതെനിക്ക് ഇത്തവണത്തെ കലോത്സവത്തിൽ മനസ്സിലായി. എന്തായാലും അതാണ് ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ. ഇന്നും ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇത് കപ്പ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, എ ഗ്രേഡ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഇവർ ഇങ്ങോട്ട് എത്തുന്നത് എത്രയോ കടമ്പകൾ കടന്നിട്ടാണ്. അത് തന്നെ ഒരു മഹാവിജയം തന്നെയാണ്. അതാണ് എനിക്ക് ഇവിടെ നിന്നും പറയാനുള്ളത്. ഒരു പോസിറ്റീവ് എനർജി, ഒരു കോൺഫിഡൻസ്, നമുക്കൊരു സെൽഫായിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഈ കലോത്സവ വേദി സഹായകരമാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുമുള്ളത്. അതാണ് എൻ്റെ അനുഭവം. എന്തായാലും ഇപ്പോൾ പുരോഗമിക്കുന്നത്, ഈ 1ാം വേദിയിൽ പുരോഗമിക്കുന്നത് നാടോടി നൃത്ത മത്സരമാണ്. ഈ ആൺകുട്ടികളുടെ നാടോടി നൃത്ത മത്സരമാണ് പുരോഗമിക്കുന്നത്. നാടോടി നൃത്ത മത്സരത്തിൽ ഇതിന്റെ വേഗത, ചടുലത, കൃത്യത അതെല്ലാം ഒരുമിക്കുന്നതാണ് ഈ നാടോടി നൃത്ത മത്സരം. അത് എല്ലാവരും ആരെ എങ്ങനെ മാർക്കിടണം എന്നൊരു പക്ഷേ ജഡ്ജസിന് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാ മത്സരാർത്ഥികളും അവരുടെ മത്സരമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ ഇന്ന് 8 മത്സരങ്ങളാണ് വിവിധ വേദികളിലുള്ളത്. 1:30 മണിയോടുകൂടി ഈ മത്സരങ്ങളൊക്കെ തന്നെ അവസാനിക്കും. കൃത്യം 4:30 ആയിരിക്കും ഇതിന്റെ സമാപന ചടങ്ങുകൾ ആരംഭിക്കുക. ഹരിത, എന്തായാലും കലോത്സവ വേദിയിലെ ചൂടോടെയുള്ള പോരാട്ടം